ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാന സ്ഥലം പണ്ടാരടുപ്പാണ്. പണ്ടാരടുപ്പിന്റെ അവിടെ ആരെയും നമ്മൾ നിർത്തിയിരിക്കുന്നത്? സുനിഷ അയ്യല്ലൂർ. സുനിഷ നമ്മുടെ എക്സ്പേർട്ട് ആണ്. അപ്പോൾ പണ്ടാരടുപ്പിന്റെ അവിടെ നിന്ന് സുനിഷ ചേരുന്നുണ്ട്. സുനിഷ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ തയ്യാറായി കഴിഞ്ഞു, സർവ്വസജ്ജമായി കഴിഞ്ഞു. പണ്ടാരടുപ്പിന്റെ അടുത്ത് സുനിഷയെ നിർത്തിയത് സുനിഷയ്ക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് എല്ലാ ധാരണയും ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഏതായാലും ഈ കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച പൊങ്കാല മഹോത്സവം ഇതാ 9ാം ദിവസം എത്തിയിരിക്കുകയാണ്. നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ ഏറെ പ്രത്യേകതകളുണ്ട്. പൂരം നാളും പൗർണമിയൊക്കെ ഒരുമിച്ച് എത്തുന്ന ഒരു ദിനം കൂടിയാണ്. ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെയാണ് ഈ പണ്ടാര അടുപ്പ് ഉള്ള സ്ഥലം എന്നുള്ളതാണ്. അടുപ്പ് കൂട്ടിയിട്ടില്ല. ഏകദേശം ഒരു 9 മണിയോടെ ആകുമ്പോഴൊക്കെയാണ് ഈ അടുപ്പ് കൂട്ടലടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കൃത്യം 9:15 ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. എല്ലാവർക്കും കൃത്യമായി അറിയാമായിരിക്കും. ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ആറ്റുകാൽ പൊങ്കാലയും ഒക്കെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും. നിരവധി ഐതിഹ്യങ്ങൾ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതിലൊന്ന് ഈ കണ്ണകി ചരിതമാണ്. ഈ കണ്ണകി ചരിതത്തിലെ ഒരു കാര്യം, അത് ഈ തോറ്റംപാട്ട് പാടും. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടും. ഇന്ന് ഈ 9 ദിവസമായി ഇങ്ങനെ ഓരോ ഭാഗങ്ങളായി പാടുന്നുണ്ട്. അതിൽ ഇന്ന് പാണ്ഡ്യരാജാവിന്റെ വധമാണ്. ആ വധം കഴിഞ്ഞാൽ ഉടനെയാണ് ഈ പണ്ടാര അടുപ്പിലേക്ക് ദീപം തെളിയിക്കുന്ന അതിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്ത്രി പരമേശ്വരൻ ഭട്ടത്തിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരിയാണ് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരുന്നത്. ഇതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും കത്തിക്കും. അങ്ങനെയാണ് രീതി. ഇനി പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം അത് വായ്ക്കുറവകളുടെ അകമ്പടിയിൽ ഏറ്റുവാങ്ങി ഭക്തർ സ്വന്തം അടുപ്പുകളിലേക്കായി പൊങ്കാല അടുപ്പുകളിലേക്ക് തെളിയിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ദേവിക്ക് ഇഷ്ടമുള്ള നേദ്യവും പായസവും ഒക്കെ ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു തിരക്കിലേക്ക് കടക്കുക. അതിനുള്ള തിരക്കിലേക്ക് ആയിട്ടില്ല. നമ്മളിപ്പോ ഏകദേശം ഒരു 5 മണി 5:10 ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു 9 മണി 9 പോട്ടെ ഒരു 8-8:30 ആകുമ്പോഴേക്കും വലിയ തിരക്കിലേക്ക് ആളുകൾ ഇങ്ങനെ തീ കൂട്ടാനുള്ള അല്ലെങ്കിൽ നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള ഒരു തിരക്കിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ കാണാൻ പറ്റും, വലിയ തിരക്കിലേക്ക് ആളുകൾ കടന്നിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിയിലെല്ലാം തന്നെ ഇങ്ങനെ ഈ പൊങ്കാല അടുപ്പുകളൊക്കെ നേരത്തെ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച ഒരു മാസക്കാലമായിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഈ പൊങ്കാല അടുപ്പ് എവിടെ ആക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്തിയതാ പൊങ്കാല അടുപ്പുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പണ്ടാര അടുപ്പ് തയ്യാറാക്കുന്നു. അതിനുശേഷം പണ്ടാര അടുപ്പിലേക്ക് തീ തെളിയിക്കുന്നു. പിന്നാലെ തന്നെ പൊങ്കാല അടുപ്പുകളിലേക്കെല്ലാം തീ പകരുന്നു. അതിനുശേഷം നിവേദ്യം തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. 2:15 ഈ നേദ്യം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം ഏകദേശം 2:15 തന്നെ ഈ നിവേദ്യം സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 300 പൂജാരികളെയാണ് ഈ നിവേദ്യത്തിനായി മാത്രം നിയോഗിച്ചിട്ടുള്ളത്, നിവേദ്യം നൽകുന്നതിനായി മാത്രം നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് തന്നെ 3:10 മുതൽ 7 മണി വരെ ദർശനത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഈ 7 വരെ നട അടയ്ക്കുമെന്നുള്ളതാണ്. ശേഷം 10:45 ഈ പുറത്തെഴുന്നള്ളിപ്പാണ്. നാളെ രാത്രി 9:45 കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ചടങ്ങുകൾ പോകുന്നത്. ഏതായാലും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ പണ്ടാരയടുപ്പും അതിന്റെ ചടങ്ങുകളും തോറ്റംപാട്ടുകളിലേക്കും ഒക്കെ കടക്കും. അതിന്റെ എല്ലാ വിവരങ്ങളും ഏതായാലും ഈ പണ്ടാരയടുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എത്തിക്കുന്നതാണ്. അപ്പോൾ സുനിഷ അവിടെ തയ്യാറായി കഴിഞ്ഞു. ഏത് നിമിഷവും എന്ത് റിപ്പോർട്ട് നൽകാൻ തയ്യാറായി കഴിഞ്ഞു അല്ലേ?